Rectifiers. Rectifiers are of two types, half wave rectifier and full wave rectifier. ഇതിൽ ഞാൻ എടുക്കുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പം ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് റെക്ടിഫയർ എന്താണ് എന്നൊന്ന് പറഞ്ഞു പോകുന്നു. ദി സർക്യൂട്ട് വിച്ച് കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻറ്റു ഡയറക്റ്റ് കറണ്ട് ആർ നോൺ ആസ് റെക്ടിഫയേഴ്സ്. അതായത് നമ്മൾ ഇൻപുട്ടിൽ AC സിഗ്നൽ കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവുക DC സിഗ്നലായിരിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? AC സിഗ്നൽ DC സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റെക്ടിഫയേഴ്സ് എന്ന് പറയുക. ഇനി ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതാം: റെക്ടിഫയേഴ്സ് വിച്ച് റെക്ടിഫൈ ബോത്ത് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് ആൻ ഇൻപുട്ട് ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം. സച്ച് റെക്ടിഫയേഴ്സ് ആർ നോൺ ആസ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം: ദ ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ് that converts both halves of each cycle of an alternating wave into a pulsating DC signal. Such rectifiers are full wave rectifier. അതായത് ആദ്യത്തെ ഡെഫിനേഷൻ പറയുന്നത് ഇതാണ്: ഒരു ഇൻപുട്ട് ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം, അതിന് രണ്ട് സൈക്കിൾസ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും. പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും. ഈ രണ്ട് ഹാഫിനെയും റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന റെക്ടിഫയേഴ്സിനെയാണ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് എന്ന് പറയുക. രണ്ടാമത്തെ ഡെഫിനേഷൻ പറയുന്ന ഇതാണ്: നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിൾസ് ഉണ്ടല്ലോ ഒരു ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിന്. ഈ രണ്ട് ഹാഫ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫുൾ വേവ് റെക്ടിഫയറിൽ എന്താണ്, അതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് വേവിലുള്ള രണ്ട് ഹാഫ്സ് ഉണ്ടല്ലോ, ആ രണ്ട് ഹാഫ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? AC സിഗ്നലിനെ DC സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന റെക്ടിഫയേഴ്സിനെ എന്തെന്ന് വിളിക്കും? ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കും. ഇനി ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ വേവ് റെക്ടിഫയർ ഡയോഡ്സിൻ്റെയും കൂടെ ഹെൽപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഡയോഡ്സിൻ്റെ ഹെൽപ്പും കൂടി അവർക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ റെക്ടിഫയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫുൾ വേവ് റെക്ടിഫയറും മറ്റൊന്ന് ഹാഫ് വേവ് റെക്ടിഫയറും. ഇതിൽ ഏതാണ് കൂടുതൽ എഫിഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ ഫുൾ വേവ് റെക്ടിഫയർ ആണ് കുറച്ചും കൂടെ ഹാഫ് വേവിനെ കഴിഞ്ഞും എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. കാരണം സൈനസോഡൽ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന DCയുടെ ലെവൽ ഉണ്ടല്ലോ, അതിനെ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ വഴി നമുക്ക് 100% ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫയറിൽ അത് 40.60% അത്രയും മാത്രമേ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ ആണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ കഴിഞ്ഞും കുറച്ചും കൂടി എഫിഷ്യൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു AC വോൾട്ടേജിന് രണ്ട് സൈക്കിൾസ് ഉണ്ട്, പോസിറ്റീവ് സൈക്കിളും അതുപോലെ തന്നെ നെഗറ്റീവ് സൈക്കിളും. ഈ രണ്ട് സൈക്കിളിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഈ ഫ്ലോ ചെയ്ത് പോകുന്ന കറണ്ട് രണ്ട് സൈക്കിളിലും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഈ രണ്ട് സൈക്കിളിലും ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഏത് ഡയറക്ഷനിലായിരിക്കും ഇത് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടാവുക? സെയിം ഡയറക്ഷനിലായിരിക്കും രണ്ട് ഹാഫ്സിലും കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടാവുക. ഇനി ഇവർക്ക് ഡയോഡ്സിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പം രണ്ട് ഹാഫ്സും ഉണ്ട് കയ്യിൽ, പോസിറ്റീവ് ഹാഫും അതുപോലെ നെഗറ്റീവ് ഹാഫും. അപ്പം രണ്ട് ഡയോഡ്സും കൺസിഡർ ചെയ്യുക. ഒരു ഡയോഡ് പോസിറ്റീവ് ഹാഫിലും വെച്ചു, മറ്റൊരു ഡയോഡ് നെഗറ്റീവ് ഹാഫിലും വെച്ചു. രണ്ടിടത്തും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ഹാഫിൽ ഡയോഡ് എന്ത് ചെയ്യുന്നു? കറണ്ടിനെ ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇത് തന്നെ നെഗറ്റീവ് ഹാഫിലും മറ്റൊരു ഡയോഡ് വെക്കുന്നുണ്ട്. ആ ഡയോഡ് എന്ത് ചെയ്യുന്നു? കറണ്ടിനെ ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലാണ്? പോസിറ്റീവ് ഹാഫിൽ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്ത് പോയത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്തത്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് നെഗറ്റീവ് ഹാഫിലും കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ്, ഫുൾ വേവ് റെക്ടിഫയർ രണ്ട് സൈക്കിൾസിനെ ഉപയോഗിച്ചിട്ട് ഇൻപുട്ട് AC വോൾട്ടേജിനെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻപുട്ട് AC വോൾട്ടേജിൽ നിന്ന് DC ഔട്ട്പുട്ട് വോൾട്ടേജ്
പ്രൊഡ്യൂസ് ചെയ്യുന്നു വേണമെങ്കിലും പറയാം. ഇനി ഫുൾ വേവ് റെക്ടിഫയറിനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിൽ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റസ് ഓഫ് എ സെൻറ്റർ ടാപ്ഡ് CT ട്രാൻസ്ഫോമർ, 2 diodes ആൻഡ് എ ലോഡ് റെസിസ്റ്റൻസ് RL. ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ CT ഉണ്ടാവും, പിന്നെ 2 ഡയോഡ്സ് ഉണ്ടാവും, പിന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയുന്നൊരു ലോഡ് റെസിസ്റ്റൻസും സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൽ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു 2 ഡയോഡ്സ് ഉണ്ട്, പിന്നെ ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ CT ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ട്രാൻസ്ഫോമറിലെ സെക്കൻഡറിയുടെ ഓരോ സെക്ഷനിലേക്കും ഇൻപുട്ട് സിഗ്നൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, CT ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുടെ ഓരോ പാർട്ടിലേക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് സിഗ്നലിനെ ഓരോ സെക്ഷനും എക്രോസ് ആയിട്ട് ഇൻപുട്ട് സിഗ്നലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ CT ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് വേവ് റെക്ടിഫയറിന് ഈക്വലാണ്. ഇങ്ങനെ പറയാൻ കാരണം CT ഉള്ളത് കൊണ്ടാണ്. അതായത് 2 ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജിൻ്റെ ഹാഫിന് ഈക്വൽ ആയിരിക്കും. കാരണം സെൻറ്റർ ടാപ്പ് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, 2 റെക്ടിഫയേഴ്സിൻ്റെയും ഇൻപുട്ട് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജിൻ്റെ ഹാഫിന് ഈക്വലായിട്ട് മാറുന്നു. ഇനി നമ്മൾ ഇത് സിസ്റ്റം കൺസിസ്റ്റസ് ഓഫ് 2 ഡയോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു ഡയോഡിന് D1 എന്ന് പേര് കൊടുക്കാം, മറ്റൊരു ഡയോഡിന് D2 എന്നും പേര് കൊടുക്കാം. D1 എന്ന് പേരുള്ള ഡയോഡ് പോസിറ്റീവ് സൈക്കിളിൽ വെക്കുക, D2 എന്ന് പേരുള്ള ഡയോഡ് നെഗറ്റീവ് സൈക്കിളിലും വെക്കുന്നു. ഇപ്പം ഡയോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കറണ്ടിനെ ഫ്ലോ ചെയ്ത് കൊണ്ടുപോവുകയാണ് സെയിം ഡയറക്ഷനിൽ തന്നെ. അപ്പം D1 എന്ന് പറയുന്ന ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അത് ഫോർവേഡ് ബയസിൽ വെച്ചിട്ട് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ലോഡ് വോൾട്ടേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലോഡ് റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് പ്ലസ് മൈനസ് പൊളാരിറ്റിയിലായിരിക്കും അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്തിനെ, പോസിറ്റീവ് ലോഡ് വോൾട്ടേജിനെ. ഇനി നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക, അവിടെ D2 എന്ന് പറയുന്ന ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയസ്ഡ് ആണ്. ഈ 2 ഹാഫ് സൈക്കിളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഡ് വോൾട്ടേജ് ഉണ്ടല്ലോ, ഇതിന് രണ്ടിനും സെയിം പൊളാരിറ്റി ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഉണ്ടായ അതേ പൊളാരിറ്റി തന്നെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഉള്ള ലോഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയും. അതുപോലെ തന്നെ ഈ 2 ലോഡ് കറണ്ടും ഫ്ലോ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്, ഒരേ സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഹാഫ് സൈക്കിളും എന്ത് ചെയ്യുന്നു, AC ഇൻപുട്ട് വോൾട്ടേജിനെ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട്, പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്, സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫിഗർ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓപ്പറേഷനും എല്ലാം ഈ ഒരു ഫിഗറിൽ തന്നെ ഉണ്ട്. അതിൽ നോക്കുക, ലോഡ് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, RL. പിന്നെ ഔട്ട്പുട്ടിൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫുൾ വേവ് റെക്ടിഫയർ ആയാലും ഹാഫ് വേവ് റെക്ടിഫയർ ആയാലും രണ്ടിൻ്റെ ഔട്ട്പുട്ട് കേസാണ് പറയുന്നത്. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് DC വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ആവറേജ് DC വാല്യൂൻ്റെ ട്വൈസ് ആയിരിക്കും. The average DC value of a full wave rectifier is twice the average DC value of a half wave rectifier. അതായത് VDC is approximately equal to 0.636 VM. VM എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. അതിലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയെ പറ്റിയും ഇൻപുട്ട് ഫ്രീക്വൻസിയെ പറ്റിയും. ഫുൾ വേവ് റെക്ടിഫയറിലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക, അത് പിന്നീട് അതിനെപ്പറ്റി തന്നെ പറയുന്നുണ്ട്. ഇനി അത്രയാണ് സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് 4 ഡയോഡ്സ് ആൻഡ് എ ലോഡ് റെസിസ്റ്റൻസ് RL.
ഇവിടെ നമ്മൾ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. D1, D2, D3, D4 എന്ന് പറയുന്ന 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോഡ് റെസിസ്റ്റൻസ് RL. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണ്, നമ്മളിവിടെ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ CT യൂസ് ചെയ്യുന്നില്ല. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് 4 ഡയോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. D1, D2, D3, D4. ഈ 4 ഡയോഡ്സും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് പോലെ ഇത് ഈ 4 ഡയോഡ്സും കൂടെ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് എൻഡ്സിലേക്ക് ട്രാൻസ്ഫോമർ വഴി എന്ത് ചെയ്യുന്നു, എ സിയെ സപ്ലൈ ചെയ്യുന്നു റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് AC സപ്ലൈ ചെയ്യുന്നു. അതേസമയം മറ്റ് 2 എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിലേക്ക്, ആ ബ്രിഡ്ജിൻ്റെ മറ്റ് 2 എൻഡിലേക്ക് ആരെ കണക്ട് ചെയ്യുന്നു, ലോഡ് റെസിസ്റ്റൻസ് RL കൂടെ കണക്ട് ചെയ്യുന്നു. ആ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഫിഗർ 1.13 ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിള് കൺസിഡർ ചെയ്യുക. സെക്കൻഡറി വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിള്, അതിൽ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ, ആ ഒരു കോയിലിങ്ങനെ ചുരുട്ടി വെച്ചിട്ടില്ലേ, അതാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത്. പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ആണ് പ്രൈമറി വൈൻഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് സെക്കൻഡറി വോൾട്ടേജിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അതിലെ ആ സെക്കൻഡറി വൈൻഡിങ്ങിലെ 2 പോയിൻറ്റ്സ് കണ്ടോ, Pയും അതുപോലെ തന്നെ Qവും. ഈ സെക്കൻഡറി വൈൻഡിങ്ങിലെ ഈ ഒരു നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പം സെക്കൻഡറി വൈൻഡിങ്ങിലെ P എന്ന് പറയുന്ന പോയിൻ്റ് പോസിറ്റീവും Q എന്ന് പറയുന്ന പോയിൻ്റ് നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഇതിൽ ഉള്ള 2 ഡയോഡ്സ് ഉണ്ട്, D1ഉം D3. ഈ 2 ഡയോഡ്സും എന്താവും, ഫോർവേഡ് ബയസ്ഡ് ആവും. അതേസമയം ബാക്കി 2 ഡയോഡ്സ് ഉണ്ടല്ലോ, D2ഉം D4ഉം, ആ 2 ഡയോഡ്സും എന്താവും, റിവേഴ്സ് ബയസ്ഡും ആവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഫോർവേഡ് ബയസ്ഡും മറ്റൊന്ന് റിവേഴ്സ് ബയസ്ഡും ആയി കഴിയുമ്പോൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഡയോഡ്സ് ആയിരിക്കും. അതായത് D1ഉം D3 ആയിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഈ കണ്ടക്ട് ചെയ്യുന്ന ഈ D1ഉം D3 ഉണ്ടല്ലോ, അവർ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസുമായിട്ട് സീരീസ് കണക്ഷനിലേക്ക് വരും. ഇനി താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ആ ഫിഗറിൽ നോക്കുക, ഡോട്ടഡ് ആരോസ് കണ്ടോ ആ ഒരു ഫിഗറിൽ. ആ ഡോട്ടഡ് ആരോസ് കാണിക്കുന്നത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, RLലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് അവിടെ കാണിക്കുന്നത്. RLലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നു. അപ്പം എന്താണ്, സെക്കൻഡറി വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുക. ആ ഒരു ഭാഗമാണ് ഒന്നുകൂടി പറയുകയാണ്. സെക്കൻഡറി വോൾട്ടേജിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ എന്താണ്, സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ 2 പോയിൻറ്റ്സ് ഉണ്ട്, Pയും Qവും. P എന്താവും, പോസിറ്റീവ് ആവും, Q നെഗറ്റീവ് ആവും. ഒരു എൻഡ് പോസിറ്റീവ് ഒരു എൻഡ് നെഗറ്റീവ് ആയി കഴിയുമ്പം D1, D3 എന്ന് പറയുന്ന ഡയോഡ്സ് എന്താവും, ഫോർവേഡ് ബയസ്ഡും, D2, D4 എന്ന് പറയുന്ന ഡയോഡ്സ് റിവേഴ്സ് ബയസ്ഡും ആവും. അവിടെ ഫോർവേഡ് ബയസ്ഡ് ആവുന്ന ഡയോഡ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം D1ഉം D3യും കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അവരെന്താവും, RLുമായിട്ട് സീരീസ് കണക്ഷനിൽ വരും. പിന്നെ കറണ്ട് ഫ്ലോ ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ദ RL ഫ്രം A to B, RLലൂടെ എയിൽ നിന്ന് ബിയിലേക്ക്. അങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷനുള്ളത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇതേ സെക്കൻഡറി വോൾട്ടേജിൻ്റെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുക. അവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതേ സെക്കൻഡറി വോൾട്ടേജിൻ്റെ തന്നെ 2 എൻഡ്സായ Pയും Qവും, അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് P എന്താവും, നെഗറ്റീവ് ആവും, Q പോസിറ്റീവ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പം D2ഉം D4ഉം ആയിരിക്കും അവിടെ ഫോർവേഡ് ബയസ്ഡ് ആവുക. D1ഉം D3യും റിവേഴ്സ് ബയസ്ഡ് ആവും. അങ്ങനെ D1ഉം D3യും റിവേഴ്സ് ബയസ്ഡ് ആയി കഴിയുമ്പോൾ അവരെന്താവും, അവർ കണ്ടക്ട് ചെയ്യില്ല. ഫോർവേഡ് ബയസ്ഡ് ആയിട്ടില്ല D2ഉം D4ഉം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക.
ഇനി അവരെന്താവും, അവർ RLുമായിട്ട് സീരീസ് കണക്ഷനിൽ വരും. ഇനി ആ മേളിൽ തന്നിരിക്കുന്ന ഫിഗർ നോക്കുക. ആ ഫിഗറിൽ സോളിഡ് ആരോസ് കണ്ടോ? അവിടെ സോളിഡ് ആരോസ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെയും എന്താണ് നോക്കുക, RLലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് തന്നെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ പോലെ തന്നെയാണ്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എന്താണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. ഇനി ഫിഗർ 1.14 കാണിക്കുന്നത് ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ട് വേവ് ഫോംസും ആണ്. പിന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ആവറേജ് DC ലെവൽ, ഔട്ട്പുട്ട് സിഗ്നലിലെ DC ലെവൽ എന്ന് പറയുന്നത് VDC is approximately equal to 0.636 into VM minus 2VT. അപ്പോൾ അത്രയാണ് എന്തെന്ന് പറയുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ ഉണ്ടല്ലോ, അതിൻ്റെ നെഗറ്റീവ് റീജിയനിലെ പീക്ക് കൺസിഡർ ചെയ്യുക. നെഗറ്റീവ് റീജിയനിലെ പീക്ക്. ഓക്കെ, നെഗറ്റീവ് റീജിയനിലെ പീക്കിൽ നിന്ന് നമുക്ക് ഓരോ ഡയോഡിൻ്റെയും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതൊരു ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഫിഗർ 1.15. ഇതാണ് അപ്പിയറൻസ് ഓഫ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പം ആ ഒരു ഫിഗറിൽ നിന്ന് എന്താണ്, അതിൻ്റെ നെഗറ്റീവ് റീജിയൻ്റെ പീക്കിൽ നിന്ന്, നെഗറ്റീവ് റീജിയൻ്റെ പീക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോ ഡയോഡിൻ്റെയും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അവിടുത്തെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ PIV ആണ്. അതുപോലെ തന്നെ ഒരു മാക്സിമം വോൾട്ടേജ് VM ഉണ്ട്. ലോഡ് റെസിസ്റ്റൻസിന് RLന് അക്രോസ് ആയിട്ടുള്ള ഒരു മാക്സിമം വോൾട്ടേജും ഉണ്ട് അവിടെ. ഈ മാക്സിമം വോൾട്ടേജ് അതായത് VMൻ്റെയും അതുപോലെ തന്നെ PIVയുടെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ PIV ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VM. VMന് ഒന്നെങ്കിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ VMനെ കഴിഞ്ഞും ഗ്രേറ്റർ ആയിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് എന്താണ്, നെഗറ്റീവ് റീജിയനിലെ പീക്കാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പോസിറ്റീവ് റീജിയനിലെ പീക്ക്. ഇൻപുട്ട് സിഗ്നലിൻ്റെ തന്നെ പോസിറ്റീവ് റീജിയൻ്റെ പീക്ക് കൺസിഡർ ചെയ്യുക. അവിടെയും നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും VMഉം ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റിംഗ് എന്തായിരിക്കും, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VM. ഒന്നെങ്കിൽ VMന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ VMനെ കഴിഞ്ഞും ഗ്രേറ്റർ ആയിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, സെൻറ്റർ ടാപ്ഡ് സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്കൊരു CTയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന് അങ്ങനെ ഒരു ആവശ്യമില്ല. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം എഴുതി വെക്കാം. എന്താണ്, അവിടെ ഒരു സെൻറ്റർ ടാപ്പിൻ്റെ ആവശ്യം ഇല്ല, CTയുടെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടാപ്പ് സർക്യൂട്ടിൻ്റെ ട്വൈസ് ആയിരിക്കും. The output is twice that of the center tap circuit for the same secondary voltage. അതായത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും അതുപോലെ തന്നെ സെൻറ്റർ ടാപ്പ് സർക്യൂട്ടിൻ്റെയും രണ്ടിനും എന്താണ്, സെയിം സെക്കൻഡറി വോൾട്ടേജ് തന്നെയാണുള്ളത്. പക്ഷേ സെൻറ്റർ ടാപ്പ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ കഴിഞ്ഞും അതിൻ്റെ വാല്യൂ, ആ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വാല്യൂ അതെന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു ദ ഔട്ട്പുട്ട് ഓഫ് സെൻറ്റർ ടാപ്പ് സർക്യൂട്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇവിടെ ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ടാപ്പ് സർക്യൂട്ടിൻ്റെ 1/2 ആണെന്ന് പറയാം. ഓക്കെ, അത്രയാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ്, നമ്മൾ സെൻറ്റർ ടാപ്പ്
സർക്യൂട്ടിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ 2 സർക്യൂട്ട് മതിയെന്ന്. പക്ഷേ ഇവിടെ നോക്കുക, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ നോക്കുക, അവിടെ 4 ഡയോഡ്സ് ആവശ്യമുണ്ട്. D1, D2, D3, D4 എന്ന് പറയുന്ന 4 ഡയോഡ്സിൻ്റെ ആവശ്യമുണ്ട്. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടിൻ്റെയും സെക്കൻഡറി വോൾട്ടേജിൻ്റെ കേസിൽ നമ്മൾ 2 ഹാഫ്സും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ഹാഫ്സും കൺസിഡർ ചെയ്തപ്പം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു സ്ഥലത്ത് P പോസിറ്റീവും Q നെഗറ്റീവും, മറ്റൊരു സ്ഥലത്ത് P നെഗറ്റീവും Q പോസിറ്റീവ് ആവുന്നുണ്ട്. 2 കേസിലും 2 ഡയോഡ്സ് വെച്ചിട്ട് ഒന്ന് ഫോർവേഡ് ബയസ്ഡും ഒന്ന് റിവേഴ്സ് ബയസ്ഡും ആയി മാറുന്നുണ്ട്. P1 പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ D1, D3 ഫോർവേഡ് ബയസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ D2, D4 ഈ 2 ഡയോഡ്സും ഫോർവേഡ് ബയസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഫോർവേഡ് ബയസ്ഡ് ആവുന്നത് കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താകുന്നു, അവിടെ RLുമായിട്ട് സീരീസ് കണക്ഷനിൽ വരുന്നു. അങ്ങനെ RLുമായിട്ട് സീരീസ് കണക്ഷനിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമാണ്. അതായത് നമ്മൾ സെൻട്രൽ ടാപ്പിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ട്വൈസ് ആയിരിക്കും. സെൻട്രൽ ടാപ്പ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ട്വൈസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ. അത്രയാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ്. നമ്മളതിനെപ്പറ്റി നേരത്തെ സെൻട്രൽ ടാപ്പ് സർക്യൂട്ടിൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫ്രീക്വൻസിയുടെ ട്വൈസ് ആണ്. അത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഇൻപുട്ടിൽ 50 ഹെർട്സ് അതാണ് നമ്മുടെ ഫ്രീക്വൻസി കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടാവും അതിൻ്റെ ട്വൈസ് 50 ഹെർട്സ് കിട്ടും. അതാണ് പറയുന്നത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, ഇത്രയാണ് ഫുൾ വേവ് റെക്ടിഫയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഓർക്കുക, എന്തൊക്കെയാണ് ഫുൾ വേവ് റെക്ടിഫയർ, ജസ്റ്റ് ഒന്ന് റെക്ടിഫയർ എന്താണെന്നൊന്ന് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ 2 ഡെഫിനിഷൻസ്, AC നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിൽ 2 ഹാഫ്സ് ഉണ്ട്. ആ 2 ഹാഫ്സിലും 2 ഹാഫ്സ് AC യെ DC ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റെക്ടിഫയേഴ്സിനെയാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആരാന്നുള്ള കാര്യം, ഫുൾ വേവ് റെക്ടിഫയർ ആണ് കുറച്ചും കൂടി എഫിഷ്യൻറ്റ്. അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാര്യങ്ങൾ, ഡയോഡ്സ് യൂസ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കണം. 2 ഹാഫ്സിൻ്റെ കേസിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ ഓർക്കുക. പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറും ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും. ആ 2 ഇത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കൺസ്ട്രക്ഷൻസും അതിനകത്ത് യൂസ് ഡയോഡ്സിൻ്റെ എണ്ണം, പിന്നെ സെൻട്രൽ ടാപ്പിൻ്റെ കേസ്, പിന്നെ ലോഡ് റെസിസ്റ്റൻസ് ഫിഗർ, അതൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ VDC. പിന്നെയുള്ളത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അവിടെയും നമ്മൾ 2 പോസിറ്റീവ് ഹാഫും കൺസിഡർ ചെയ്തു, നെഗറ്റീവ് ഹാഫും കൺസിഡർ ചെയ്തു സെക്കൻഡറി വോൾട്ടേജിൻ്റെ കേസിൽ. എന്നിട്ട് അതിലുണ്ടായ സീരീസ് കണക്ഷൻസ്, പിന്നെ ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഡയോഡ്സ്, അതെല്ലാം ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VM. അത് പോസിറ്റീവ് റീജിയൻ നോക്കിയാലും നെഗറ്റീവ് റീജിയൻ നോക്കിയാലും എല്ലാ ഡയോഡ്സിനും അത് തന്നെയാണ് വരുന്നത്. പിന്നെയുള്ളത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നോക്കിയത്. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി. Okay, thank you.